രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ട ഭീകരാക്രമണം നടത്തിയത് ഉമർ നബി തന്നെയെന്ന് സ്ഥിരീകരിച്ച് അന്വേഷണ ഏജൻസികൾ DNA പരിശോധനാ ഫലം ലഭിച്ചു. സ്ഫോടന സ്ഥലത്തു നിന്നും ലഭിച്ച ശരീരഭാഗങ്ങളുടെ ഫലവും ഉമറിന്റെ മാതാപിതാക്കളുടെ സാമ്പിളുകളും ഒന്നു തന്നെയാണ് എന്നാണ് റിപ്പോർട്ട്. കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് NIA. ഒപ്പം ഡൽഹി അതിർത്തിയിൽ അതീവ ജാഗ്രത തുടരുന്നു. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹി ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഉമർ തന്നെയാണ് ഇത്തരത്തിൽ സ്ഫോടനത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന രീതിയിലേക്ക് തന്നെയാണോ NIA അന്വേഷണം മുന്നോട്ട് പോകുന്നത്? സ്വപ്ന, പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ നബി തന്നെയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നിപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നു. നേരത്തെ അക്കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ DNA പരിശോധന ഫലം പൂർണ്ണമായും ഉറപ്പാക്കണമായിരുന്നു. ആ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉമർ നബി തന്നെയാണ് ഈ പൊട്ടിത്തെറിച്ചത് എന്ന് സ്ഥിരീകരിക്കുന്നു. ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് ഉള്ളത്. അതിൽ നിന്നാണ് DNA പരിശോധനാ ഫലം കൂടി ഉറപ്പാക്കിക്കൊണ്ട് ഇത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. ഇത്തരത്തിലൊരു സംശയം വന്ന സമയത്ത് തന്നെ ഉമറിന്റെ രക്ഷിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ തന്നെ DNA സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഏതായാലും നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ വളരെ ആസൂത്രിതമായൊരു നീക്കമാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉമർ നബി കുറേ ദിവസങ്ങളായി മൊബൈൽ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. ഇയാളുടെ കൈവശം 5 ഫോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇയാളെ കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ അതിനിടയിൽ തന്നെയാണ് ഈ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തത്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഇയാളാണെന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഉമർ നബി കൂടാതെ ചില ആളുകൾ ഇയാൾക്കൊപ്പം ഈ റെഡ് ഫോർട്ടിന് സമീപത്തേക്ക് എത്തിയിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കകൾ ഒഴിവാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം 2 കാറുകൾ ഉമർ നബി വാങ്ങിയിരുന്നു. രണ്ടാമത്തെ കാർ ഇന്നലെ രാത്രി വൈകി കണ്ടെത്തി. അതോടുകൂടി തന്നെയാണ് വലിയ ആശ്വാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ മറ്റെവിടെയെങ്കിലും ഈ സ്ഫോടക വസ്തുക്കൾ എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച പരിശോധന നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഡൽഹിയിലേക്കുള്ള അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ കനത്ത സുരക്ഷയും ജാഗ്രതയും തുടരുന്നുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച് മാത്രമാണ് രാജ്യ തലസ്ഥാനത്തേക്ക് കയറ്റിവിടുന്നത്. രാജ്യ തലസ്ഥാനത്തെ പ്രധാന മേഖലകളിലെല്ലാം തന്നെ അതീവ ജാഗ്രതയും സുരക്ഷയും തുടരുക തന്നെയാണ്. കൃത്യമായ പരിശോധനകളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൽഹിയെ സംബന്ധിച്ച കൂടുതൽ മാർക്കറ്റുകളുള്ള സ്ഥലങ്ങളാണ്. അത് സരോജിനി ആയാലും ലജ്പത് നഗർ ആയാലും അതുപോലെ തന്നെ ചാന്ദിനി ചൗക്ക് ആയാലും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സമയം തന്നെയാണ്. പ്രശാന്ത്, ജനവാസ മേഖല അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതലുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ സാധ്യത കൂടുതൽ. അത്രയും സുരക്ഷയും വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻകൂർ റിപ്പോർട്ടുകളുടെ കൂടി ഒരു പശ്ചാത്തലത്തിൽ